അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വന്നതാട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ 2 മക്കളും എന്നെ പോലെ തന്നെ ഇസ്ലാം മതം ഭയങ്കര താല്പര്യമുള്ള പിള്ളേരാണ്. അപ്പോൾ അവർ ഓത്തും നിസ്കാരവും ഒക്കെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ എൻ്റെ മോന് എപ്പോഴും ഞാൻ ഖുർആൻ ഓതുന്ന സമയത്തും അതിൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ മലയാളവും അറബിയും കൂടെയുള്ളതാണ് എൻ്റെ ഖുർആൻ. അപ്പോൾ അതിൽ ഇങ്ങനെ അറബിയിലുള്ള അക്ഷരങ്ങൾ കാണുമ്പോൾ അവനെപ്പോഴും ഒരു നോട്ട്ബുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അവന് വായിക്കാനൊന്നും അറിയില്ലെങ്കിലും അത് അതേപോലെ പകർത്തി എഴുതണ ഒരു സ്വഭാവം ഉണ്ട് അവന്. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും ഇവനെ അറബി പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുറച്ചുകൂടി ആവട്ടെ, എന്തിനാ വേണ്ടി അത് പഠിക്കണേന്ന് ഉള്ളൊരു ബോധ്യം വന്നിട്ട് അവൻ മദ്രസയിൽ ചേർക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായിട്ടേ ഇവിടെ ഖുർആനൊന്നും വെച്ചിട്ടില്ല. ഞാൻ കുളിക്കാൻ പോയിട്ട് കുളിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ വേഗം വായോ, അമ്മച്ചിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട അമ്മച്ചി എന്നെ കെട്ടിപ്പിടിക്കും, എന്നെ ഉമ്മ വെക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെന്തിട്ടാണോ? അപ്പം ഞാൻ സ്വപ്നത്തിൽ പോലും അവൻ എന്താണ് വരച്ചിട്ടുണ്ടാവാന്ന് ഞാൻ ആ കാര്യത്തെ വരച്ച സാധനത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു വല്ല പൂക്കളോ വല്ല ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ വേറെ വീടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അവർ ചിത്രം വരയ്ക്കുന്നത് ഭയങ്കര ക്രേസാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നോ ഞാൻ കരുതിയിട്ട് കേട്ടാ. പക്ഷെ എൻ്റെ കൊച്ചിന് അറബി ഉള്ള ഒന്നും അറിയത്തില്ല. അറബി അക്ഷരങ്ങളൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, കാരണം ഞങ്ങൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അള്ളാഹുവിൻ്റെ ഇങ്ങനെ ആയത്തുകൾ, അങ്ങനത്തെ വീഡിയോകൾ, അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളാണ് ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് കണ്ടുപഠിച്ചതാണെന്ന് തോന്നുന്നു. അവനെ കണ്ടോ, എഴുതിയത് ശരിയൊന്നുമല്ല, എഴുതിയത് കറക്റ്റൊന്നും അല്ലെങ്കിലും അള്ളാന്നാണ് എഴുതിയതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം അവൻ എഴുതാൻ ശ്രമിക്കുകയാണ് അള്ളാഹ് എന്നുള്ളത്. അപ്പോൾ അത് എഴുതിയത് ശരിയായില്ലെങ്കിലും അവൻ എന്നെ ഒരു സർപ്രൈസായിട്ട് എന്നോട് ചെയ്തതാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ ഞാൻ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ മകൻ ആദ്യമായിട്ട് അവനൊരു അക്ഷരം അറിയില്ലെങ്കിലും അവൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതിയതാണ്. എനിക്ക്